വൈദ്യുതിക്കിടയിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു എന്ന വാർത്തയാണ്. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷിനോജ് എസ് ടി നൽകും വിവരങ്ങൾ. ഷിനോജ്, എന്താണ് സംഭവിച്ചത്? പ്രതീക്ഷ അതിദാരുണമായ ഒരു സംഭവമാണ്. ഇപ്പോൾ നിലമ്പൂർ വഴിക്കടവിലാണ് ഈ സംഭവം. എന്തായിരുന്നു പ്രാഥമിക? അത് കറണ്ട് അടിച്ചാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പന്നി കണിയിട്ട് വന്നിട്ട് ചെറുക്കന്മാർ മീൻ പിടിച്ചു പോകുമ്പോൾ കറണ്ട് അടിച്ചാണ്. അപ്പോൾ അവർ ഞങ്ങളൊന്ന് വിളിച്ചു, രക്ഷിക്കാൻ പറ്റുന്ന ആൾക്കാർ രക്ഷിച്ചു. ഒരാൾ മരിച്ചു എന്ന് പറയും. സ്ഥിരമായി ഇത്തരത്തിൽ പന്നിയൊക്കെ ഇറങ്ങുന്നത് ഉണ്ട്. നല്ല ശല്യമുണ്ട്, പന്നി ശല്യങ്ങളുണ്ട് അവിടെ. പന്നി ശല്യങ്ങൾ കുറേ ഉണ്ട്. എന്താണ് പേരോ അങ്ങനെ എന്തെങ്കിലും? പേര് ആ കുട്ടീൻ്റെ എൻ്റെ വീടിനപ്പുറത്താണ്. ഞാൻ പറഞ്ഞുതരാം, ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ആരാന്ന് 4 പേരുണ്ട്. അതിൽ ആരാന്നറിയില്ല. ഇതുണ്ട്, മനീഷുണ്ട്, സച്ചു ഉണ്ട്. ഒരാരെ മരിച്ചെന്ന് ഞാൻ കണ്ടിട്ടില്ല. അത് കണ്ടിട്ട് പറഞ്ഞുതരാം. പ്രതീക്ഷ, അല്പസമയം മുൻപാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്. നിലമ്പൂർ വഴിക്കടവിലാണ് ഇത്തരത്തിൽ സ്ഥിരമായി ഇത്തരം കാട്ട് മൃഗങ്ങളുടെയൊക്കെ ആക്രമണമുള്ള ഒരു മേഖല കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിൽ പന്നിക്ക് വച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റ് ഇത്തരത്തിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. 2 പേരാണ്. ഇതിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ആളെ നിലവിൽ ഇപ്പോൾ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊരാൾ മരണപ്പെട്ടു എന്നൊരു അതിദാരുണമായ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഇവരുടെ പേര് വിവരങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പന്നിക്ക് വച്ച കെണിയിൽ നിന്ന് അതിൽ നിന്ന് ഷോക്കേറ്റാണ് ഈ മരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷിനോജ്, ഈ 4 പേരാണോ പോയിരുന്നത്? എപ്പോഴായിരുന്നു ഇവർ പോകുന്നത്? അപ്പോൾ ഈ ഏരിയയിലൊക്കെ തന്നെ പന്നി, മറ്റ് കാട്ടുമൃഗങ്ങളൊക്കെ തന്നെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ മറ്റൊരു മുന്നറിയിപ്പൊന്നും ഇല്ലായിരുന്നു അല്ലേ? അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് നാട്ടുകാരിൽ നിന്ന് ഇപ്പോൾ പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. 4 വിദ്യാർത്ഥികൾ ആണ് പോയിരുന്നത്. അവർ 4 പേർ ഈ സഞ്ചരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ പന്നിക്ക് വെച്ച കാട്ടുപന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് അതിൽ നിന്ന് ഷോക്കേറ്റ് ഇപ്പോൾ ഈ ഒരു കുട്ടി മരിച്ചിരിക്കുന്നത്. മരിച്ച കുട്ടിയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. അതേസമയത്ത് തന്നെ ഒപ്പമുണ്ടായിരുന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയും നിലവിൽ ഇപ്പോൾ ചികിത്സയിൽ തന്നെയാണ്. മറ്റു ചില ആളുകൾ കൂടി. നിങ്ങൾ ആ പ്രദേശത്തുള്ള ആളുകളാണ്? അല്ല, എൻ്റെ അളിയനാണ് ഒരാൾ ഇവിടെ ഷോക്ക് ഏറ്റിട്ടുള്ളത്. മനീഷ് എന്നുള്ള പേര്. പക്ഷേ ഇപ്പോൾ ചോദിച്ചപ്പോൾ കുഴപ്പമില്ലാന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ബാക്കി അവൻ്റെ കുടുംബക്കാർ തന്നെയാണ് ഇതുള്ളത്. അനിയന്മാർ, ഏട്ടന്മാരാണ്. അതിലൊരാളാണ് ഇപ്പോൾ ഡെത്തായിട്ടുള്ളത്. ഒരാൾക്ക് സീരിയസ് ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇന്നൊരാളോട് എത്താനുണ്ട്. എന്താ സംഭവിച്ചതെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും? ഇവർ ഫുട്ബോൾ കളി കഴിഞ്ഞ് വന്നിട്ട് മീൻ പിടിക്കാൻ വേണ്ടി തോട്ടിൽ കൂടെ ഇറങ്ങിയതാണ്. അതിൽ പന്നിക്ക് വെച്ച കെണിയിൽ ഷോക്കേറ്റ് വെള്ളത്തിൽ കിടക്കുമായിരുന്നു ഇവർ. അവിടെ കാട്ടുപന്നി, മൃഗങ്ങളുടെ എല്ലാം ശല്യം ഉണ്ടായിരുന്നു. അതിലാണ് കെണിയിൽ പെട്ടത് അവർ. അപ്പോൾ ഞാനിപ്പോൾ വിവരം അറിഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ച് എത്തിയതാണ് അതിന് തിരക്കാൻ വേണ്ടി. അപ്പോഴാണ് ഇത്ര സീരിയസ് ആയുള്ള കാര്യം ഞാൻ മനസ്സിലായത്. ഇനി ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്യണം എന്താണെന്ന് അറിയാൻ വേണ്ടി. സ്ഥിരമായി പ്രശ്നമുള്ള മേഖലയാണല്ലോ അവിടെ. വനമേഖലയാണല്ലോ അവിടെ. സ്ഥിരമായിട്ട് വന്യമൃഗങ്ങളുടെ എല്ലാ ശല്യങ്ങളുള്ള ഏരിയയാണത്. അവിടെ എല്ലാ പ്രാവശ്യവും പന്നികളായാലും ആനയായാലും കടുവയായാലും എല്ലാത്തിനും പ്രശ്നം തന്നെയാണ്. വഴിക്കടവും നമ്മളെ ഗൂഡല്ലൂരും തമ്മിൽ ബോർഡർ ഏരിയയാണ്. ഒരു മലപ്രദേശമാണ്. എത്ര പേരുണ്ടായിരുന്നു? ടോട്ടൽ 4 പേരുള്ളത്. 4 പേര് ഒരു കുടുംബത്തിലെ ആൾക്കാരാണ്. അതിൽ ഇപ്പോൾ മരിച്ചത് ആരാന്നറിയില്ല. 2ാമത്തെയാണോ 3ാമത്തെയാണോ അറിയാൻ പറ്റിയിട്ടില്ല. കൂടുതലായിട്ട് റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ ചികിത്സയിൽ കഴിയുന്ന ആളുടെ മനീഷ്. ചികിത്സയിൽ കഴിയുന്ന ആൾ മനീഷല്ല. ഇപ്പോൾ വന്നത് 2 പേരിലും മനീഷ് എത്തിയിട്ടില്ല. ഇനി മനീഷിനെയാണ് വെയിറ്റ് ചെയ്യണത് ഞങ്ങൾ. കൂടുതൽ ആൾക്ക് പരിക്കുണ്ടെന്നാണ് നമുക്ക്. 4 പേർക്ക് പരിക്കുണ്ട്. അതിൽ മനീഷിന് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ വന്ന ഒരാൾ ആദ്യം അഡ്മിറ്റ് ചെയ്ത ആൾക്ക് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ 2ാമത് വന്നത് പാലമാട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ആളായിരുന്നു. അയാൾ അവിടുന്ന് മോർച്ചറിയിലോട്ട് മാറ്റി. ഇതെപ്പോഴാണ് സംഭവം സംബന്ധിച്ച്? ഞാൻ വിവരം അറിയണത് ഒരു 9-9:30 ശേഷമാണ് വിവരം അറിയുന്നത്. വൈകിട്ടായിരിക്കും. ഇപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന ആൾക്കാർ പറഞ്ഞല്ലോ, പന്തുകളി കഴിഞ്ഞതിന് ശേഷമാണ് അവർ തോട്ടിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയത്. അതിന് ശേഷമാണ് ഇത് നടന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല കൂടി ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. എന്താ സംഭവം? കെണിയിൽ നിന്നാണ് ഈ കുട്ടികൾക്ക് അപകടം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം പ്രാഥമികമായി ബോധ്യപ്പെടുന്നു. സ്വകാര്യ വ്യക്തിയുടെ കൃഷിഭൂമിയാണ് അതൊക്കെ വ്യക്തമാവുന്നതാണ്. സ്വാഭാവികമായിട്ട് സ്വകാര്യ വ്യക്തിയുടേതാണ് ഞങ്ങൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. മറ്റു വിവരങ്ങൾ ശേഖരിച്ചു വരുന്നത്. ഉന്മേഷ്, ജ്യോതികുമാർ ചാമക്കാലയാണ് ഇപ്പോൾ ആശുപത്രിയിലാണ്. കൂടുതൽ സംബന്ധിച്ച് വേറെ എന്തെങ്കിലും വിവരങ്ങൾ പ്രാഥമികമായി കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഹോസ്പിറ്റലുണ്ട്. പേരായ ജിത്തു എന്നാണ്. 15 വയസ്സ് മാത്രം പ്രായമുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഇവരെത്ര പേരായിട്ടാണ്? 3-4 പേരുണ്ടായിരുന്നു. എല്ലാം പരിക്കുണ്ട്. ബാക്കി പരിക്കുണ്ട്. ഹലോ, ഒരു 4 പേരായിട്ടാണ് മീൻ പിടിക്കുന്നതിന് വേണ്ടി പോയത്. അതിനിടയിലാണ് ഇത്തരത്തിൽ കാട്ടുപന്നി. ഷിനോജാണ് വളരെ ദുഃഖകരമായ ഒരു വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പന്നിയെ പിടിക്കാൻ വെച്ച കെണിയായിരുന്നു. മീൻ പിടിക്കാൻ പോയിട്ട് വന്ന വിദ്യാർത്ഥികൾ, 4 വിദ്യാർത്ഥികളിൽ ഒരാളാണിപ്പോൾ അങ്ങനെ ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നത് എന്ന വാർത്ത വരികയാണ്. ബാക്കി 3 പേർക്കും
പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ചൊക്കെയുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് ഉടൻ എത്താം.